ഇതാണ് ട്ടോ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ. കണ്ടോ, പ്ലാവിൽ അങ്ങോട്ട് കൊഴിഞ്ഞിട്ട് എല്ലാം മുറ്റത്തും ഉണ്ട്, അതേപോലെ അപ്പുറത്തെ റോട്ടിലൊക്കെ ഇതേപോലെ തന്നെ കേട്ടോ. ചെടികളിലും എല്ലായിടത്തും എവിടെയൊക്കെ കാറ്റെത്തുമോ അവിടെയൊക്കെ പറന്നെത്തിയിട്ടുണ്ട്. ഇത് അടിച്ചെടുക്കുക പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ഈ ചെടീൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ മുറ്റത്ത് നിറയെ മരങ്ങളും ഇതൊക്കെ പിടിപ്പിച്ചതുകൊണ്ടേ ഇടയിൽ കൂടെ എല്ലായിടത്തും കൂടി ഉണ്ടാവും. അതേപോലെ ഇഷ്ടിക ചുറ്റും വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിലും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പെറുക്കിയെടുത്ത് മെല്ലെ മെല്ലെ അടിച്ചെടുക്കാനും പറ്റുള്ളൂ. ഒന്നാമത് മെറ്റലായതുകൊണ്ടേ മെല്ലെ കുറ്റിച്ചൂല് തന്നെ വേണം. ഇതിന് വലിയ ചൂല് വെച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ചെറിയൊരു കുറ്റിച്ചൂലുണ്ട്, അതുകൊണ്ട് തന്നെ എപ്പോഴും അടിക്കാറ്. അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളന്ന് മരങ്ങളൊക്കെ വെട്ടിയിരുന്നു കേട്ടോ. കൊന്നേൻ്റെ കൊമ്പും മരുന്നെല്ലീൻ്റെയൊക്കെ, അപ്പം അതിൻ്റെ ഇലയും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മുറ്റടിച്ചതല്ലേ കഴിഞ്ഞ് എൻ്റെ ചെടി നനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ കണ്ടോ എന്താ ഒരു നീറ്റ്നെസ് അല്ലേ. ഇനി അടിച്ചൊരു കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ഇല കിടക്കുന്നുണ്ട്.